യെസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മൾ ചെയ്ത ചോദ്യം എന്തായിരുന്നു? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ ഓർഡർ ഇൻ എ ഗ്രൂപ്പ് അല്ലെ? ഒരു ഗ്രൂപ്പിലെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ വരുന്ന എലമെന്റുകളുടെ എണ്ണം എത്രയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത് അല്ലെ? അപ്പൊ അതേപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. അതുപോലെ തന്നെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇന്നത്തെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 10 in Z100 plus Z25. Number of subgroups of order 10. Elements of order 10 alla, subgroups of order 10. എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 10 കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 10 by phi of n എടുത്താൽ മതി. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 10 by phi of 10 എടുക്കുക. എഴുതി വെച്ചോളൂ കേട്ടോ, ഫോർമുല നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ n is number of elements of order n by phi of n. Number of elements of order n by phi of n. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 10 ഓർഡർ വരുന്ന എത്ര എലമെന്റ്സ് ഈ സെറ്റ് 100 പ്ലസ് സെറ്റ് 25 ഉണ്ട് എന്ന് നോക്കണം അല്ലെ? 10 ഓർഡർ വരുന്ന എത്ര എലമെന്റ്സ്? അപ്പൊ 10 ഓർഡർ വരുന്ന എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? നമുക്കറിയാലോ എന്താ ചെയ്യാ നമ്മള്? 10 ഓർഡർ വരുന്ന എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഓർഡർ ഓഫ് എ ആൻഡ് ഓർഡർ ഓഫ് ബി, ഇതിന്റെ LCM ആണ് നമ്മൾ എടുക്കേണ്ടത്. ആ LCM 10 ആവുന്ന വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? LCM 10 ആവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കാം? LCM 10 ആവാനുള്ള നമ്പേഴ്സ് 10ന്റെ ഫാക്ടേഴ്സ് എടുത്താൽ മതി അല്ലെ? 2ഉം 5ഉം എടുക്കാം, പിന്നെ 1 ഉണ്ടാവും, 10 ഉണ്ടാവും. ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമുക്ക് നമ്പേഴ്സിന് കൊടുക്കാനായിട്ടുള്ളത്, ശരിയല്ലേ? ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമ്പേഴ്സിന് കൊടുക്കാനായിട്ടുള്ളത്. 1, 2, 5, 10. ഓക്കെ, അപ്പൊ ഇനി ഓർഡർ ഓഫ് എ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓർഡർ ഓഫ് എ 2 ആണെങ്കിൽ പിന്നെ ഓർഡർ ഓഫ് ബിക്ക് എന്ത് പോസിബിലിറ്റി ആണുള്ളത്? ഓർഡർ ഓഫ് ബി എന്താവും? 5 ആവാം അല്ലെ? ഓർഡർ ഓഫ് ബി 5 ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിബിലിറ്റി പറയാൻ പറ്റുമോ? ഓർഡർ ഓഫ് ബി 10 ആവാം അല്ലെ? ഓർഡർ ഓഫ് ബി 5 ആവാം, ഓർഡർ ഓഫ് ബി 10 ആവാം. ഓക്കെ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ബി എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ എവിടുന്നാണ് എടുക്കുന്നത്? Z25 എന്നാണ് എടുക്കുന്നത്. Z25 ഓർഡർ 10 ഉള്ള എലമെന്റ് ഉണ്ടാവോ? Z25 ഓർഡർ 10 ഉള്ള എലമെന്റ് ഉണ്ടാവോ? ഉണ്ടാവില്ല. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് എൻ എലമെന്റ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് അല്ലെ? 25ന്റെ ഫാക്ടർ അല്ല, 25നെ 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓർഡർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 10 പോസിബിലിറ്റി, LCMന്റെ കേസിൽ ആ പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഓർഡർ ഓഫ് ബി കനോട്ട് ബി, ഓർഡർ ഓഫ് ബി is not equal to 10 because b is from Z25. Z25 എന്തുണ്ടാവില്ല? ഒരു ബി 10 ഓർഡർ വരുന്ന ബി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ 2 ഓർഡർ വരുന്ന എത്ര എലമെന്റ്സ് ആണ് ഇവിടെ എ ആയിട്ട് വരിക? 5 of 2 എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് അല്ലെ? ഇനി 5 ഓർഡർ വരുന്ന എത്ര എലമെന്റ്സ് ഉണ്ടാവും? 4 അല്ലെ? 1 × 4 ഇതിൽ 4 എലമെന്റ്സ് കാണും. ഓക്കെ, ഇവിടെ 4 എലമെന്റ്സ് കാണും ഈ ഒരു കാറ്റഗറിയിൽ. ഇനി അടുത്തത് ഓർഡർ ഓഫ് എ 10 ആയിട്ട് എടുത്തു വിചാരിക്കും. ഓർഡർ ഓഫ് എ 10 ആയിട്ട് എടുത്തു വിചാരിക്കും. ഓർഡർ ഓഫ് എ 10 ആവാൻ സാധ്യതയുണ്ട്, കാരണം ഇവിടെ സെറ്റ് 100 എന്നാണ് എടുക്കുന്നത്. ഓർഡർ ഓഫ് എ 10 ആയാൽ ഓർഡർ ഓഫ് ബി എന്താവാം? 1 ആവാം. ഓർഡർ ഓഫ് ബി 5 ആവാം അല്ലെ? 10 ആവാം, പക്ഷെ 10ന് പോസിബിലിറ്റി ഇല്ലല്ലോ. ഓർഡർ ഓഫ് ബി 1 ആവാം, ഓർഡർ ഓഫ് ബി 5 ആവാം. ഓക്കെ, ഈ രണ്ട് കേസുകളാണുള്ളത്. ഇനി 10 ഓർഡർ വരുന്ന എത്ര എലമെന്റ്സ് ഉണ്ടാവും? 5 of 10 ഉണ്ടാവും അല്ലെ? 5 of 10 is 4, ശരിയല്ലേ? പിന്നെ ഇവിടെ 5 of 1 എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ്, പിന്നെ ഇത് 4 ആണ്. ടോട്ടൽ 5 അല്ലെ? ടോട്ടൽ കേസ് ഇത് ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. 5 ആണ് വരിക ഇവിടെ 4. 5 × 4 20. ഓക്കെ,
ദെൻ ഇനി അടുത്ത കേസ്, അടുത്ത പോസിബിലിറ്റി എന്താ? ഓർഡർ ഓഫ് എ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, സംശയം വല്ലതും ചോദിക്കുന്നുണ്ടോ? ഡി ആണെന്ന് ആൻസർ പറഞ്ഞു. ഓക്കെ, ഓർഡർ ഓഫ് ബി, സോറി ഓർഡർ ഓഫ് എ 2 ആവുന്ന കേസ്, സോറി 2 നമ്മൾ എടുത്തല്ലോ, ഇനി 5 ആവുന്ന കേസ്. ഓർഡർ ഓഫ് എ 5 ആവുന്ന കേസ് നോക്കൂ. ഓർഡർ ഓഫ് എ 5 ആവുന്ന കേസിൽ എന്താ സംഭവിക്കുക? ഓർഡർ ഓഫ് ബി എന്താവണം? 2 ആവണം, അല്ലെങ്കിൽ 10 ആവണം. ഇത് രണ്ടും നടക്കുമോ? നടക്കൂല. കാരണം Z25 നിന്നും 2 ഓർഡറുള്ള എലമെന്റും കിട്ടില്ല. ഓർഡർ ഓഫ് ബി കനോട്ട് ബി 2, ഓർഡർ ഓഫ് ബി കനോട്ട് ബി 5, സോറി 10. എന്നാലേ LCM 10 വരുള്ളൂ അല്ലെ. അപ്പൊ ഈ രണ്ടും പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കേസ് നമുക്ക് നോക്കണ്ട. ടോട്ടൽ എലമെന്റ്സ് എത്രേ വരുള്ളൂ? 24 എലമെന്റ്സേ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞാൽ 24/5 of 10. എത്ര കിട്ടും ആൻസർ? 24/4. 24/4 is 6. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, സെയിം കാറ്റഗറി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2 ഇൻ Z2 plus Z4. Z2 plus Z4 നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2, നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 2 ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയൂ. 2 ഓർഡർ വരുന്ന എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കണം. 2 ഓർഡർ വരുന്ന എത്ര എലമെന്റ്സ് ആണ് ഈ Z2 plus Z4 ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? ഓർഡർ ഓഫ് എ, ഓർഡർ ഓഫ് ബി LCM എടുക്കുമ്പോൾ 2 കിട്ടണമെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റീസാ? ഓർഡർ ഓഫ് എ 2 ആയാൽ ഓർഡർ ഓഫ് ബി 2 ആവാം, 1 ആവാം അല്ലേ. ഈ ഓർഡർ ഓഫ് എ 1 ആണെങ്കിൽ ഓർഡർ ഓഫ് ബി 2 ആവുള്ളൂ. ഇതിൽ 1, ഇവിടെയും 1, ഇവിടെയും 1. അപ്പൊ ഇത് രണ്ട് ടോട്ടൽ 2. 1 into 2, ദിസ് ഇസ് 2 അല്ലേ. ഇവിടെ 1, ഇവിടെ 1 അല്ലേ. 1 ടോട്ടൽ 3. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 2 is 3/5 of 2. 5 of 2 is 1. സിംപ്ലി ആൻസർ is 3 അല്ലേ. 3 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ?